യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം തിരുവചനം. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. വലിയ നോമ്പിൻ്റെ വിശുദ്ധവും അനുഗ്രഹപൂർണവുമായ ഈ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിശബ്ദമായി മുഴങ്ങുന്ന ദൈവവചനമാണിത്. ഇടയൻ്റെ ശബ്ദത്തിൽ നിന്നും അകന്നുപോയ ഒരാട് എങ്ങനെ വഴിമുട്ടി ഒറ്റപ്പെടുന്നുവോ, അതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ സ്നേഹവഴിയിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. അഹങ്കാരത്തിൻ്റെ ഒരു ചെറുകാറ്റ്, സ്വാർത്ഥതയുടെ നിശബ്ദ തിരമാല, കോപത്തിൻ്റെ ഒരു തീപ്പൊരി, ഇവയെല്ലാം നാം അറിയാതെ തന്നെ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന വഴികളാണ്. എന്നാൽ ഈ തിരുവചനത്തിൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിശയകരമായ ഒരു സ്നേഹസത്യമാണ്. നമ്മുടെ അകൃത്യങ്ങളുടെ ഭാരവും വേദനയും ദൈവം തൻ്റെ മേൽ ഏറ്റെടുക്കുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ അളവറ്റതും അതിരില്ലാത്തതുമായ സ്നേഹം. നാം വഴിതെറ്റുമ്പോൾ നമ്മെ തള്ളിക്കളയാനല്ല, മറിച്ച് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുന്ന നല്ല ഇടയനെ പോലെ വീണ്ടും നമ്മെ തൻ്റെ കരുണയുടെ ചിറകിലേക്ക് ചേർക്കാനാണ് അവൻ കുരിശിൻ്റെ വഴി സ്വീകരിച്ചത്. അതിനാൽ വലിയ നോമ്പ് ഭയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും കാലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാനുള്ള കൃപയുടെ വാതിൽ തുറക്കുന്ന വിശുദ്ധ സമയമാണ്. ഈ തിരുവചനം നമ്മുടെ മനസ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ ദൈവത്തിൻ്റെ വഴിയിലാണോ നടക്കുന്നത്, അതോ എൻ്റെ സ്വാർത്ഥമായ വഴിയിലേക്കാണോ ഞാൻ മാറിപ്പോകുന്നത്? ഈ വലിയ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയം ശാന്തമായി പരിശോധിക്കാം. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരികെ നടക്കാം. മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും കൂടെ പെരുമാറാൻ പരിശ്രമിക്കാം. കാരണം നാം വഴിതെറ്റിയാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ലല്ലോ. അതിനാൽ ആ സ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് വീണ്ടും തിരികെ നടക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിളി.